കോഴിക്കോട് അസം സ്വദേശിയായ യുവതിയെ ഭീഷണിപ്പെടുത്തി നിക്കാഹിന് ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടൽ. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് നിർദ്ദേശം. ലിനറ്റ് വർഗീസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിനറ്റ്, ന്യൂസ് മലയാളം വാർത്ത അങ്ങനെ ഫലം കാണുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിക്കുമോ എന്ന് എല്ലാവർക്കും അതിശയം തോന്നിയ ഒരു കേസായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഇടപെടലുകൾ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ വന്നിരിക്കുന്നത്? ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചകളായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ലഭിച്ചിരുന്നത്. പ്രത്യേകിച്ച് ന്യൂസ് മലയാളത്തോട് ഈ അസം യുവതിയും കുടുംബവും വ്യക്തമാക്കിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അസം യുവതിയെ ഭീഷണിപ്പെടുത്തി നിക്കാഹിന് ശ്രമിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. 15 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വരുന്ന ജൂൺ 26-ാം തീയതി കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്നും അറിഞ്ഞിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇതിനു മുമ്പ് ഈ കുടുംബം പരാതി നൽകിയിരുന്നു. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ള പരാതി നൽകിയത്. ഫാം ഉടമകൾ ജീവനക്കാരായ ഇവരെ ഉപദ്രവിക്കുന്നുവെന്നും അതോടൊപ്പം മകളെ നിക്കാഹം ചെയ്യിപ്പിക്കാനായി ശ്രമിച്ചുവെന്നും ആരോപിച്ചുകൊണ്ടുള്ള പരാതിയാണ് തിരുവമ്പാടി സ്റ്റേഷനിൽ ഇവർ നൽകിയിരുന്നത്. എന്നാൽ ഈ ഒരു അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന രീതിയിലാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതിയിന്മേൽ അന്വേഷണം കൃത്യമായി നടക്കേണ്ട സാഹചര്യത്തിലാണ് ന്യൂസ് മലയാളം വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി പത്മ. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.